കാര്യം അപാര ടേസ്റ്റ് തന്നെ. പിള്ളേരൊന്നും വിടത്തില്ല ഇത്, അത്ര ടേസ്റ്റാണ് ഈ സാധനത്തിന്. ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഡ്രൈ ചില്ലി ചിക്കനാണ് നമ്മളിത് ചെയ്യുന്നത്. കാര്യം കുട്ടികൾക്കൊക്കെ ആണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമാണ് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി അതൊക്കെ കഴിക്കുന്നത്. നമുക്ക് അത് വീട്ടിലൊന്ന് ചെയ്തെടുക്കാം. എന്നാ നല്ല ടേസ്റ്റോട് കൂടി തന്നെ ആ ഡ്രൈ ചില്ലി ചിക്കൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ്. ഡ്രൈ ചില്ലി ചിക്കന് വേണ്ടി ചിക്കൻ എടുക്കുമ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാവുള്ളൂ. ഏകദേശം തന്നെ ഇതേപോലെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ കോഴിയുടെ എല്ലൊക്കെ നീക്കം ചെയ്തതിന് ശേഷമുള്ളതാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 400 രൂപ അടുത്തുണ്ട്. ഒരു ശാല പോലും എല്ലില്ല കേട്ടോ. എല്ല് മൊത്തം മാറ്റിയതിന് ശേഷമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള പൊടികളൊക്കെ ഒന്ന് ചേർക്കാം. നമുക്ക് ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ മൈദ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അടുത്തായിട്ട് വേണ്ടത് കോൺഫ്ലവറാണ്. അത് നമ്മൾ 1 ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ്, അതും ഇട്ട് കൊടുക്കുക. ഇനിയും വേണ്ടത് സോയാ സോസാണ്. അത് നമുക്കൊരു 2 ടീസ്പൂൺ അളവിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതേപോലെ ഒരു 2 ടീസ്പൂൺ അളവിൽ സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട്. 1 കോഴിമുട്ട, ആ കോഴിമുട്ടയുടെ നമുക്ക് പൊട്ടിച്ചങ്ങോട്ട് ഒഴിക്കാം. ഇപ്പോൾ കോഴിമുട്ടയും കൂടെ ചേർത്ത ശേഷം നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇപ്പോൾ ചിക്കൻ ആവശ്യമുള്ള ഇത്ര സാധനങ്ങളാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് പുരട്ടിയെടുക്കുക, നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇങ്ങനെ ഇളക്കുമ്പോഴത്തേക്കും വെള്ളക്കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിപ്പം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കുക. ഇനി ആ സ്പൂണ് കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് നമിക്കി അങ്ങോട്ട് വെക്കുക. ഇനി ഇത് ഒന്ന് അടച്ചു വെക്കുകയാണ്. ഒരു അരമണിക്കൂറെങ്കിലും ഇതൊന്നും ഇരിക്കട്ടെ. കാര്യം ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ്. പിന്നെ വേറെ ആരുടെ ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറായിട്ടുണ്ട്. ഇതേപോലെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതൊന്ന് വാർത്തെടുക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അടുപ്പ് കത്തിച്ചതിന് ശേഷം നമുക്ക് ഒരു ചീനച്ചട്ടി കൊണ്ട് വെക്കാം. ചീനച്ചട്ടിയോ കടായിയോ ഇഷ്ടമുള്ള പാത്രം വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കും. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ഓയിൽ സൺഫ്ലവർ ഓയിലാണ്. ഈ എണ്ണ നല്ലോണം ചൂടാകട്ടെ. ഓയിൽ ചൂടായ ശേഷം ഇത് നമുക്ക് അങ്ങോട്ട് പരത്തിക്കാം. അപ്പം നമുക്കിത് 2 ട്രിപ്പായിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഇത് ഇളക്കി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ചെറിയ പീസായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ആയിക്കില്ല. ഇപ്പം തന്നെ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു രീതി ആകുമ്പോഴത്തേക്ക് നമുക്കത് കോരി ഇട്ടെടുക്കാം. ഒരുപാട് സമയം കിടക്കണ്ട, കരിക്കുന്നു. അപ്പം എണ്ണയൊക്കെ തേട്ട് ഇതുപോലെ നിർത്തി ഒന്ന് കോരി അങ്ങോട്ടിട്ട് ഇതൊക്കെ കോരി. ബാക്കിയൂടെ നമുക്ക് അതുപോലെ തന്നെ വറുത്തെടുക്കണം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെയും കൂടെ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി നേരത്തെ പോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കും. ഇപ്പോൾ രണ്ടാമത്തെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. അതുകൂടെ ഇങ്ങോട്ട് കോരിയിടും. ഈ ഒന്ന് കുറച്ച് വെച്ചിട്ട് ചിക്കനൊക്കെ വറുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഈ എണ്ണ ഇങ്ങോട്ട് മാറ്റാം. കാര്യം എന്നാ ഈ പാത്രത്തിൻ്റെ അകത്ത് കൊള്ളത്തില്ല. ഒരല്പം എണ്ണ എടുത്ത് നമുക്ക് ഈ കടായിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണ എടുത്തിട്ട് ബാക്കി നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇത് അടുപ്പത്തിട്ട് വെക്കാം. ചൂടെണ്ണയല്ലേ, ഇനി ചൂടാകാൻ നിൽക്കുന്നതും വേണ്ട. ഇത് നമുക്ക് ഇതിനകത്തിട്ട് ഒരു 2 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് കറക്കിയെടുത്താലും മതി.
അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് അതേ ഇളവിൽ തന്നെ ഇഞ്ചി അരിഞ്ഞല്ല, അത് ചെറുതായിട്ട് കറക്കിയെടുത്തൊന്നുമില്ല. ആ, അപ്പോൾ ഇത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. കാരണം നമ്മൾ ഈ ഐറ്റം ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ സാധനം എല്ലാം അടുപ്പിച്ച് വെച്ചിട്ട് വേണം പടപടാന്ന് ചെയ്തെടുക്കാനായിട്ട്. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നുണ്ട്. ഈ സമയത്ത് വലുത് നോക്കി 2 സവോള ഇതേപോലെ പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. അതങ്ങോട്ട് ഇട്ട് കൊടുക്കും. അതിനുശേഷം ഒന്ന് ഇളക്കി സവോള ഒന്ന് വഴറ്റിയെടുക്കണം. അതായത് ഇതിൻ്റെ നിറം ഒന്നും മാറി വരുന്നില്ല, ആ സമയം വരെ ഒന്ന് ഇളക്കി കൊടുത്ത് റെഡിയാക്കി എടുക്കണം. കളറൊന്ന് മാറി വരുന്ന ആ സമയത്ത് തന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വെള്ള ഭാഗമില്ലേ, അതുപോലെ ഏകദേശം ഒരു 2 ടീസ്പൂൺ അളവിലുണ്ട്, അതുകൂടെ ഇത് കൊടുത്ത് ഇട്ട് കൊടുക്കും. അതിനുശേഷം അതിനെ കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കും. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചുമന്ന് വരണം കേട്ടോ. ഇപ്പോഴത്തെ സവോളയൊക്കെ ഒരു ഗോൾഡൻ നിറമായി വരുന്നുണ്ട്. സവോള അതുകൊണ്ട് ഈ ഒരു രീതിയായി കഴിയുമ്പോഴത്തേക്കും 2 ചെറിയ ക്യാപ്സിക്കയാണ് ഇതേപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, അതങ്ങോട്ട് ഇട്ട് കൊടുക്കും. ആ ക്യാപ്സിക്കം ഇട്ടതിന് ശേഷം അതുകൂടെ ഒന്ന് ഇളക്കി തീ നല്ല ഒരു മീഡിയം രീതിയിൽ നിൽക്കണം കേട്ടോ. തീ തീരെ കുറഞ്ഞും പോകല് എന്നാൽ കൂടിയും പോകല്. അപ്പോൾ ക്യാപ്സിക്കൊക്കെ ഒന്ന് വാടി വരുന്നുണ്ട്, എന്നാൽ ഒത്തിരി ബന്ധ് കുഴഞ്ഞു പോലെ ഇതേപോലെ ഒന്ന് വാടിയാൽ മാത്രം മതി. ഇനി നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ്, അതങ്ങോട്ട് ഇട്ട് കൊടുക്കും. നമ്മൾ മുളക് പൊടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഓരോ ഐറ്റത്തിനും ഓരോ രീതിക്കാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ മുളക് പൊടിയുടെ പച്ചച്ചവ ഒന്ന് മാറിയ ശേഷം ഇത് അല്പം സോസൊക്കെ ചേർക്കുന്ന ഒരു ഐറ്റം കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് 2-3 ഐറ്റം സോസുകളുണ്ട്, നമുക്കത് ഒഴിച്ചു കൊടുക്കും. നമുക്ക് ആദ്യം തന്നെ റെഡ് ചില്ലി സോസ്, അത് ചിലപ്പോൾ എരിവൊക്കെ ഉള്ളതാണ്, അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കുക എന്നുള്ളതാണ്. ഞാനൊരു 2 ടീസ്പൂൺ അളവിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ആ, ഇനിയും വേണ്ട സോയാ സോസാണ്, അത് ഒരു 1.5 ടീസ്പൂൺ അളവിൽ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക. ഇനിയും വേണ്ട ടൊമാറ്റോ കെച്ചപ്പാണ്, ഒരു 2 ടീസ്പൂൺ അളവിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. ഇതേപോലെ ഈ സോസിനൊക്കെ ഒരല്പം ഉപ്പ് രസമൊക്കെ ഉള്ളതാണ്, അപ്പോൾ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇളക്കിയതിന് ശേഷം പോരാഴിക്കൊണ്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ അളവിൽ കോൺഫ്ലവറാണ്, അത് ഒരല്പം പച്ചവെള്ളത്തിനകത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ, ഇന്ന് ഇളക്കി ഇത് ഒരല്പം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അതായത് സോസൊക്കെ വേണമെന്നുണ്ടോ അല്ലെങ്കിൽ ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം ഇതൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ കോൺഫ്ലവർ കലക്കിയത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ കോൺഫ്ലവർ ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് ഇളക്കിയിട്ട് ഇനി നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിൻ്റെ അകത്ത് ഇടുക, അത്രേ ഉള്ളൂ. അങ്ങോട്ട് ഇട്ടു. ഇനി നമുക്ക് ആ ഗ്രേവിക്കകത്ത് ആ ചിക്കൻ ഒന്ന് ഇളക്കി പുരട്ടിയെടുക്കും. ഫ്രൈ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. പലപ്പോഴൊക്കെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. എപ്പോഴും റെസ്റ്റോറൻറ്റിലോട്ടൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല, ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നല്ല പോലെ ചൂടായതിനു ശേഷം അടുപ്പം നിർത്തും. ഇതങ്ങോട്ട് കോരി ഈ മല്ലിയിലൊക്കെ അങ്ങോട്ടിട്ട് സാധാരണ നമ്മൾ ഈ ചിക്കൻ റെസിപ്പിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് അത്യാവശ്യം എരിവൊക്കെ ചേർക്കും. ഏതാ കുരുമുളകിൻ്റെയോ അല്ലെങ്കിൽ മുളക് പൊടിയുടെയൊക്കെ കൂടുതലാക്കി ചേർക്കും. പക്ഷേ ഇതങ്ങനെ അധികം എരിവൊന്നുമില്ല കേട്ടോ. കാര്യം നമ്മൾ ഇതിനകത്ത് കുരുമുളകോ അല്ല മസാല അതുപോലെ മഞ്ഞൾപ്പൊടി ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊന്നും ചേർത്തിട്ടില്ല. കാര്യം ഇതൊരു ചൈനീസ് ഫുഡ് ആയതുകൊണ്ട് അതൊന്നും ചേർക്കാതാണ് ചെയ്യുന്നത്. ഏതായാലും മിക്ക വീടുകളിലും ചിക്കനൊക്കെ മേടിക്കും, ഒരുപാട് ഐറ്റങ്ങളൊക്കെ ചെയ്യുന്നുമുണ്ട് പലരും, അല്ലേ? എന്നാൽ ഈ ഒരു ഐറ്റം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. കാര്യം അപാര ടേസ്റ്റ് തന്നെ, പിള്ളേരൊന്നും വിടത്തില്ല, ഇത് മൊത്തം തീർക്കും, അത്ര ടേസ്റ്റാണ് ഈ സാധനത്തിന് കേട്ടോ. അപ്പോൾ ചിക്കൻ മേടിക്കുമ്പോഴത്തേക്കും ഇതേപോലെ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കുക. നല്ല രുചികരമായ ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. വേറെ വീഡിയോ പെട്ടെന്ന് വരാം. ബൈ.